നിനക്ക് ഭ്രാന്താണോ? ഞാൻ ഉള്ള കാര്യം തന്നെ ഈ പറയുന്നത്. നീ ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളോ നീ ഇന്ന് അറിയുന്നില്ലേ? ഓരോ ദിവസം ഓരോ ഞെട്ടിക്കുന്ന ഓരോ വാർത്തകളാണ്. ഇപ്പം മൊത്തം ലഹരിക്കൊട്ടുണ്ടായിട്ട് എന്തൊക്കെയാണ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് തന്നെ. അപ്പം നമുക്കിപ്പം മക്കളെന്ന് വിളിക്കുമ്പോൾ നമുക്കിപ്പോൾ പേടിയാണ്, അവർ തിരിച്ചെങ്ങനെ നമ്മുടെ അടുത്ത് പ്രതികരിക്കുന്നതെന്ന് ഓർത്തിട്ട്. ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസം ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം ഇപ്പം നമ്മൾ ജീവിച്ച ലോകമാണോ ഇത്? അല്ല. ഇപ്പം ലോകം തന്നെ നമ്മളിപ്പോൾ വേറെ എവിടെയോ ജീവിക്കുന്ന പോലത്തെ ഒരു അനുഭവമാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഓരോ ദിവസം പേടിച്ചിട്ടാണ് ഉണരുന്നത് തന്നെ. ഇന്ന് എന്താ സംഭവം കേൾക്കുന്നത്? ഓരോ ദിവസം ഓരോ വാർത്തകൾ കേട്ട് തല പെരുത്തിരിക്കുകയാണ്. നമ്മൾ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വരുന്ന മക്കൾ നമുക്ക് തിരിയുമ്പോഴൊരു വിഷമം. നീ ഒരുപാട് അനുഭവിച്ചതല്ലേ, ഇപ്പോഴും നീ അനുഭവിച്ചുകൊണ്ടിരിക്കുമല്ലേ? അപ്പം ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ എന്തിനാ മക്കൾ, നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ ചെയ്യുന്ന ക്രൂരത എന്തുവാ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയാന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അങ്ങ് വെറുത്തു പോവുക. നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ ഈ ലോകത്ത് സുരക്ഷിതരല്ല. ഇപ്പം മുട്ടയിൽ നിന്ന് വീഴുന്ന കുഞ്ഞുങ്ങൾ തന്നെ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്? 10-12 വയസ്സ് കുഞ്ഞുങ്ങൾ ഇപ്പോഴെങ്കിൽ ലഹരിക്കങ്ങ് അടിമയാവുക. ആ കുഞ്ഞുങ്ങൾ വേറെ തള്ളയുടെ തന്തയുടെ മുന്നിൽ വിരൽ ചൂണ്ടാൻ സമയമായി. നമ്മളൊക്കെ ജീവിച്ച കാലമാണോ ഇതിപ്പോൾ? ഇപ്പം പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്.